55 സീറ്റിൽ കൂടുതൽ വിജയിച്ചുകൊണ്ട് UDF തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ നൂറ്റാണ്ടായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ കിരാത ഭരണം അവസാനിക്കും. എങ്ങനെയാണ് മൂന്നാം സ്ഥാനത്ത് നിന്ന് ഭരണം പിടിക്കാനുള്ള പ്രചാരണ തന്ത്രങ്ങൾ? കഴിഞ്ഞ തവണത്തെ മൂന്നാം സ്ഥാനം നമ്പേഴ്സ് ഒന്നും നമ്മുടെ ശരിയായിട്ടുള്ള സെന്റിമെന്റ്സിന്റെ ഒരു വർക്കൗട്ട്. അത് പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, റിബലുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ റിബലുള്ളത് CPM-നാണ്. കോൺഗ്രസിന് റിബലുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. നല്ല സ്ഥാനാർത്ഥികളാണ്. പഴയ പോലുള്ളൊരു വീതം വെപ്പ് കൾച്ചറിലോട്ട് പോയിട്ടില്ല. അതൊക്കെ നോക്കുമ്പോൾ ജനങ്ങൾ പോസിറ്റീവാണ്. താഴെത്തട്ടിലുള്ള വാർഡിലെ ആളുകൾക്ക് വലിയ സാമ്പത്തിക ശക്തി BJP-യെ പോലൊന്നും ഒഴുക്കാനുള്ള സംവിധാനം നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് ഇല്ലെങ്കിലും വീടുകൾ കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ റിസൾട്ട് എണ്ണുമ്പോൾ പല അത്ഭുതങ്ങളും സംഭവിക്കും. മികച്ച വിജയം ഇവിടെ UDF-നും കോൺഗ്രസിനും ഉണ്ടാകും. എന്തായാലും ഇവിടെ UDF-ന്റെ മേയർ സ്ഥാനാർത്ഥി മുൻ MLA KS ശബരിനാഥനാണ്. ശബരിനാഥനെ മുന്നത്തെ കോർപ്പറേഷൻ പിടിക്കുകയാണ്. തീർച്ചയായും തിരുവനന്തപുരത്ത് എത്തിയിട്ട് എങ്ങനെ ശബരിയുടെ ഒരു പ്രതികരണം എടുക്കാതെ പോകാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത് കഴിയില്ല. അതുകൊണ്ട് ശബരിനാഥൻ നമുക്കൊപ്പമുണ്ട്, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും നമുക്കൊപ്പമുണ്ട്. നമുക്ക് ചോദിക്കാം. അപ്പോൾ ശ്രീ ശബരിനാഥൻ, എങ്ങനെയാണ് ഇത്രയും ദിവസം നമുക്കിപ്പം സ്ഥാനാർത്ഥി ചിത്രമൊക്കെ തെളിഞ്ഞ് ക്യാമ്പയിനിലേക്ക് കാര്യമായി ഇറങ്ങിയിരിക്കുന്നു, എങ്ങനെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ? നന്നായിട്ട് പോകുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഏത് വീട്ടിൽ ചെന്നാലും ആളുകളുടെ കണ്ണിലൊരു തിളക്കമുണ്ട്. തീർച്ചയായിട്ടും കോൺഗ്രസ് UDF മുന്നോട്ട് പോകുന്നതിൽ നല്ല സ്ഥാനാർത്ഥികളെ വെച്ചതിലുള്ള സന്തോഷമുണ്ട്. ഇത്തവണ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ട്, ഭാവിയിലേക്കുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നൊരു മോട്ടോ ഉണ്ട്: എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയിലെ തിരുവനന്തപുരം. ആ നിർമ്മിതി അത് UDF-നെ കൊണ്ട് മാത്രമേ കഴിയുന്നുള്ള വിശ്വാസമുണ്ട്. 55 സീറ്റിൽ കൂടുതൽ വിജയിച്ചുകൊണ്ട് UDF തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ നൂറ്റാണ്ടായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ കിരാത ഭരണം അവസാനിക്കും. എങ്ങനെയാണ് മൂന്നാം സ്ഥാനത്ത് നിന്ന് ഭരണം പിടിക്കാനുള്ള പ്രചാരണ തന്ത്രങ്ങൾ? കഴിഞ്ഞ തവണത്തെ മൂന്നാം സ്ഥാനം നമ്പേഴ്സ് ഒന്നും നമ്മുടെ ശരിയായിട്ടുള്ള സെന്റിമെന്റ്സിന്റെ ഒരു വർക്കൗട്ട്. അത് പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, റിബലുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ റിബലുള്ളത് CPM-നാണ്. കോൺഗ്രസിന് റിബലുകളുടെ എണ്ണം വളരെ വളരെ കുറവാണ്. നല്ല സ്ഥാനാർത്ഥികളാണ്. പഴയ പോലുള്ളൊരു വീതം വെപ്പ് കൾച്ചറിലോട്ട് പോയിട്ടില്ല. അതൊക്കെ നോക്കുമ്പോൾ ജനങ്ങൾ പോസിറ്റീവാണ്. താഴെത്തട്ടിലുള്ള വാർഡിലെ ആളുകൾക്ക് വലിയ സാമ്പത്തിക ശക്തി BJP-യെ പോലൊന്നും ഒഴുക്കാനുള്ള സംവിധാനം നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് ഇല്ലെങ്കിലും വീടുകൾ കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ റിസൾട്ട് എണ്ണുമ്പോൾ പല അത്ഭുതങ്ങളും സംഭവിക്കും. മികച്ച വിജയം ഇവിടെ UDF-നും കോൺഗ്രസിനും ഉണ്ടാകും. എന്തായാലും വലിയൊരു ധൈര്യവും പരീക്ഷണമാണ്. എന്ന് വെച്ചാൽ കവടിയാർ എന്ന് പറഞ്ഞ ഒരു വാർഡ് എടുത്താൽ തന്നെ അത് BJP-യുടെ സീറ്റാണ്. അവിടെ 3 തവണയായിട്ട് കോൺഗ്രസ് ജയിക്കുന്ന സീറ്റാണ്. നിയമസഭയിൽ ലീഡ് ചെയ്യുന്ന സീറ്റാണ്. കഴിഞ്ഞ ലോക്സഭയിൽ ഇവിടെ BJP-ക്ക് ഒരു ലീഡ് ഉണ്ടായിരുന്നു. അത് വാസ്തവമാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ഗുണം, ആ ധൈര്യത്തിന് പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ പാർട്ടി സംവിധാനമാണ്. തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല പാർട്ടി സംഘടനാ സംവിധാനമുള്ള സിറ്റിയിലെ വാർഡ് കവടിയാറാണ്. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന 10-25ഓളം പ്രവർത്തകർ. ഇവരെല്ലാവരും വലിപ്പ ചെറുപ്പമില്ലാതെ വാർഡ് പ്രസിഡന്റ്, ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ, മുൻ കൗൺസിലർ, ഇദ്ദേഹത്തിന്റെ പേര് ശ്രീ K. മുരളീധരനാണ്. ശ്രീ K. മുരളീധരൻ ഇവിടുത്തെ വോട്ടറുമാണ്. ഇദ്ദേഹത്തെ കൗൺസിലറായിരുന്നു. നമ്മുടെ ജീവൻ ചേട്ടനുണ്ട്. എല്ലാവരും ഉണ്ട്. ഇവിടെ ഒരു ടീമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവർ തന്നെ ചുമരെഴുതും, സാധനം, നമ്മളെല്ലാം ഒരുമിച്ച് അങ്ങ് ടീമായിട്ടാണ് രാവിലെ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു പ്രവർത്തക വിശ്വാസത്തിലാണ്, ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ അവരോടൊപ്പം പോകുന്നത്. പിന്നെ കവടിയാറിൽ ഒരു UDF മനസ്സുള്ള ഒരു പ്രദേശം കൂടിയാണ്. അത് വീടുകളിൽ എത്തുമ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കോൺഗ്രസ് വലിയ ആത്മവിശ്വാസം പറയുന്നത് പോലെ തന്നെ BJP കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറയുന്നുണ്ട്. അത് എല്ലാ ആളുകൾക്കും ആത്മവിശ്വാസം കാണിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. പക്ഷേ ഒരു കാര്യമേ പറയുന്നുള്ളൂ: ആദ്യം സ്വന്തം പ്രവർത്തകരുടെ ജീവൻ സംരക്ഷിക്കാൻ BJP കഴിയണം. എന്നിട്ട് മതി കോർപ്പറേഷനിലുള്ള 10-12 ലക്ഷം ആൾക്കാരുടെ ജീവൻ സംരക്ഷിക്കുന്നത്. ഈ മൂന്നാം സ്ഥാനത്ത് നിന്ന് ഭരണം പിടിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഗ്രൗണ്ട് വർക്ക്, അടിത്തട്ടിൽ എടുക്കേണ്ട പണി, ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്യാൻ കഴിഞ്ഞു എന്നതിൻ്റെ ആത്മവിശ്വാസമുണ്ട്. അത് കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ വെല്ലുവിളിയാണെന്ന് തോന്നിയോ ഈ ഇതിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ? സിറ്റിയിലെ നമ്മുടെ സംഘടനാ സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തിരിച്ചറിഞ്ഞു പല കാര്യങ്ങളും. ഉദാഹരണം, വോട്ട് ചോരി. ഈ തിരുവനന്തപുരത്തെ ഡബിൾ വോട്ടുകൾ, മൾട്ടിപ്പിൾ വോട്ടുകളുടെ എൻട്രിയുടെ പരാതി കൊടുത്ത ഏക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് 2 മാസം മുമ്പ് ഞാനടക്കം ശ്രീ K. മുരളീധരൻ അടക്കം നടത്തിയ ഒരു എക്സസൈസിൽ പല വാർഡുകളിലും 100ഓളം ഡബിൾ വോട്ടുകളാണ്. അത് നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ സമർപ്പിച്ചു. ഇലക്ഷൻ കമ്മീഷൻ എന്നിട്ട് അതേപോലെ വർക്കെടുത്തി പല ഡബിൾ വോട്ടുകളും മാറ്റി. അപ്പം ആ ഒരു വർക്ക് ഒരു ചെറിയ വർക്കാണോ? അപ്പം സംഘടനാ സംവിധാനം സ്ട്രോങ് ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ നമ്മളത് പൂർവാധികം ശക്തിയിൽ കൊണ്ടുവന്നു. വീക്കായിട്ടുള്ളിടത്തിൽ ചില സംവിധാനങ്ങൾ ചെയ്തു. പക്ഷേ BJP പോലത്തെ പണത്തിൻ്റെ പത്രാസ് നമുക്കില്ല. CPM-ൻ്റെ പോലത്തെ അധികാരത്തിൻ്റെ പണം നമുക്കില്ല. ഉദ്യോഗസ്ഥരുടെ അഹങ്കാരമില്ല. നമ്മളൊത്തിരി പാവപ്പെട്ട കോൺഗ്രസ്സുകാർ വീട്ടിൽ പോകുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. സാമ്പത്തികത്തിൻ്റെ വലിയ വിഷയം കോൺഗ്രസ് കാൻഡിഡേറ്റ്സിനുണ്ട്. മറ്റേ BJP-യുടെയൊക്കെ നമ്മൾ നോക്കിയാൽ എല്ലായിടത്തും 100 ഫ്ലക്സാണ്. LDF-നൊക്കെയുള്ള ഫ്ലക്സുകൾ അതിനപ്പുറമാണ്. സർക്കാർ സംവിധാനം മൊത്തം ദുരുപയോഗം ചെയ്തു. അതൊന്നുമില്ല. പക്ഷെ എന്നാലും സത്യം വിജയിക്കും, UDF വിജയിക്കും. ഒരു മുൻ MLA ആയിരുന്ന വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ അവിടെ നിന്നിപ്പോൾ ഒരു മേയർ സ്ഥാനത്തേക്ക് പാർട്ടി പരിഗണിക്കപ്പെടുകയാണ്. എന്തൊക്കെയാണ് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത്? ഞാൻ പറഞ്ഞു, തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യം വന്ന മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ്. 1932 കറാച്ചിയിൽ നിന്നുള്ള ടാറ്റ എയർലൈൻസിൻ്റെ കൊറിയർ വിമാനം
മഹാരാജാവിൻ്റെയൊക്കെ പ്രത്യേക റിക്വസ്റ്റ് പ്രകാരം വന്നെത്തിയ സ്ഥലമാണ് തിരുവനന്തപുരം. ആ തിരുവനന്തപുരം ഇപ്പോൾ 43 വർഷത്തെ അരനൂറ്റാണ്ടിലെ ഇടതു ഭരണത്തിന് ശേഷം തകർന്നടിഞ്ഞിരിക്കുകയാണ്. ആ തിരുവനന്തപുരത്ത് റീക്ലെയിം ചെയ്യുക, ഇത്രയും നല്ല സംവിധാനങ്ങൾ, ഞാൻ പറയട്ടെ, എയർപോർട്ട്, ടെക്നോ പാർക്ക്, പോർട്ട്, ഇത്രയും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇത്രയും നല്ല ആരോഗ്യ സ്ഥാപനങ്ങൾ, ഇത്രയും നല്ല ടൂറിസം സംവിധാനമൊക്കെയുള്ള ഇത്രയും പ്രകൃതിയും ദൈവവും കനിഞ്ഞറിഞ്ഞ വേറൊരു സ്ഥലമില്ല. ആ തിരുവനന്തപുരത്തെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുക. മറ്റൊരു നഗരത്തിനെ കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല. ഒരു ബാംഗ്ലൂർ മോഡലോ, എന്താ പറയുക, ഒരു പൂനെ മോഡലോ, ഒരു ദുബായ് മോഡലോ, ഒരു സിംഗപ്പൂർ മോഡലോ വേണ്ട. ഒരു തിരുവനന്തപുരം മോഡൽ ഉണ്ടാക്കി ഭാവിയുടെ നഗരമായി തിരുവനന്തപുരത്തെ കാണിക്കുക. എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയുടെ നഗരമാക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം.